ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എന്താ സംഭവം എന്നറിയോ? ഗ്രീൻ ലൈൻ വന്നാലോ എന്നൊരു പേടി. ആ പേടി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ എന്തെങ്കിലും ബഗ്ഗുകൾ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ അത്യാവശ്യമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ അത് ചെയ്യുക എന്നത്. അപ്പോൾ ഗ്രീൻ ലൈൻ വന്നാലോ? ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് ആ മൊബൈൽ വാങ്ങിയത്, ആ കടക്കാരുമായിട്ട് നിങ്ങൾ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അവർ അത് നിർബന്ധമായിട്ട് പരിഹരിച്ച് തന്നേ പറ്റൂ. ഇതിന് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പുതിയ മൊബൈൽ തന്നെ അവർ നൽകേണ്ടി വരും. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. എന്റെ മൊബൈൽ കണ്ടോ, ഈ ഒരു പ്രശ്നം ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൊന്നും വന്നൊന്നല്ല. ചിലപ്പോൾ മൊബൈൽ വീണ സമയത്ത് സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ശക്തിയായിട്ട് എവിടെയോ ഇടിച്ച സമയത്ത് വന്നതായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ബെഡിലൊക്കെ വെച്ച സമയത്ത് നമ്മൾ അറിയാതെ അതിന്റെ മുകളൊന്ന് ഇരുന്ന് പോയാൽ സംഭവിച്ചതായിരിക്കും. എന്ത് തന്നെയായാലും സംഭവം നടന്നിട്ടുണ്ട്. ഇത് എന്റെ S22 അൾട്രയിൽ സംഭവിച്ചതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൊബൈലും ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. അതെങ്ങനെ പരിഹരിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം. ചെറിയൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ നമുക്ക് ഈ ഒരു സംഭവം പരിഹരിക്കാൻ സാധിക്കും. ഈ സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഇത് എന്റെ പരിചയത്തിലുള്ള ഒരു കടയിൽ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ഡിസ്പ്ലേ മാറാതെ ഒരിക്കലും തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ്. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് മാറ്റിയത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിനൊരു ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കണം. വീഡിയോയുടെ അവസാനം ഞാൻ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെ ഇത് മാറ്റാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മൊബൈലിലാണ് എനിക്ക് പണി കിട്ടിയത്. ഇത് S22 അൾട്രയാണ്. കണ്ടോ, മുകളിൽ ഒരു വൈറ്റ് കളറിൽ പകുതിക്ക് ഒരു വര. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, പക്ഷെ ഇത് പോകുന്നേ ഇല്ല. പക്ഷേ ഡിസ്പ്ലേയിൽ അത് കാണുമ്പോൾ ഒരു എന്തോ പോലെയില്ലേ, അത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഡിസ്പ്ലേനാണല്ലോ ഈ പ്രശ്നം വന്നിട്ടുള്ളത്. ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം ഡിസ്പ്ലേ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോഷൻ സ്മൂത്ത്നെസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ ഇവിടെയാണ് എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. മോഷൻ സ്മൂത്ത്നെസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ അഡാപ്റ്റീവ് എന്ന ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിൽ നിന്നും സ്റ്റാൻഡേർഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തു. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ കണ്ടോ, ആ ഒരു വൈറ്റ് കളർ അവിടെ നിന്ന് പോയി. എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് നമ്മൾ ഇങ്ങനെ ആ ഒരു സെറ്റിങ്സ് മാറ്റിയത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ കാണുന്ന വീഡിയോസ്, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ കാണുന്ന വീഡിയോസിന്റെ ക്വാളിറ്റി ഒരല്പം കുറയും. അതായത് ഡിസ്പ്ലേന്റെ ക്വാളിറ്റി തന്നെ ഒരല്പം കുറയും. ആ ഒരു സെറ്റിങ്സിലേക്കാണ് നമ്മൾ മാറ്റിയത്. ഓക്കെ, പക്ഷേ നമ്മുടെ ആ ഒരു പ്രശ്നം നമ്മുടെ മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട്. പഴയതുപോലെ തന്നെ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വീണ്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ കാണാൻ സാധിക്കും. പക്ഷേ അത് നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കില്ല. താൽക്കാലികമായിട്ട് ഈ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്, ഡിസ്പ്ലേ മാറാതെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുമല്ലോ എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.